തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഉത്സവത്തിനിടെ RSS പ്രവർത്തകന് കുത്തേറ്റു. RSS മണ്ഡൽ കാര്യവാഹക് വിഷ്ണുവിനാണ് കുത്തേറ്റത്. കാഞ്ഞിരവിള ക്ഷേത്രത്തിലെ ഘോഷയാത്രയ്ക്കിടെയായിരുന്നു ആക്രമണം. രാഷ്ട്രീയ വൈരാഗ്യം ആണ് എന്നാണ് സംശയം. വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുകയാണ്. ഹരികൃഷ്ണൻ, ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ഒപ്പം തന്നെ രാഷ്ട്രീയ വൈരാഗ്യമാണ് ഇത്തരത്തിൽ ഒരു കത്തിക്കുത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാണോ മനസ്സിലാക്കുന്നത്? ഗോപിക, അത്തരം കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ പറയുന്നില്ല. പക്ഷെ രാഷ്ട്രീയ വൈരാഗ്യമാക്കാനുള്ള സാധ്യത ഒട്ടും കുറവല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ അമ്പലത്തിൻകാല ഈ ഭാഗത്താണ്. അതായത് ഈ കാഞ്ഞിരകുളം ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ്, ഒരു 200 മീറ്ററിന് അടുത്താണ്. ഈ ഭാഗത്തു നിന്നാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ ഈ ഘോഷയാത്ര കടന്നു വരുന്നതിനിടെയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഇയാൾ ഈ RSS മണ്ഡലം കാര്യവാഹകാണ്, വിഷ്ണു എന്നാണ് ഈ ചെറുപ്പക്കാരന്റെ പേര്. ഇയാൾ ഇവിടെ ഈ വണ്ടി വെക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിൽ ചെറിയ തർക്കമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. പോലീസ് ഈ രാഷ്ട്രീയ വൈരാഗ്യമാണോ എന്നുള്ളത് സംശയമുണ്ട്. അതായത് നേരത്തെയും ഇത്തരത്തിൽ ഇയാൾക്ക് ഇത്തരത്തിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നത് കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിലും ഈ ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായി എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ നാട്ടുകാരടക്കം പറയുന്നുണ്ട്. ഈ ഭാഗത്ത് വെച്ചാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ഇവിടെ കിടക്കുന്ന ഈ ടൈൽസിന്റെ ഒരു മൂർച്ചയുള്ള ഭാഗം വെച്ചിട്ട് പിന്നിൽ നിന്നാണ് ഈ യുവാവിനെ ആക്രമിച്ചത്. യുവാവിന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നുള്ളതാണ്. ഈ നെയ്യാർ മെഡിസിറ്റിയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ യുവാവ്. ഏതായാലും ഈ കഴുത്തിനും ഈ പുറത്ത് ഈ ശരീരത്തിന്റെ പുറം ഭാഗത്തിനുമാണ് ഏറ്റവും കൂടുതൽ കുത്തേറ്റിട്ടുള്ളത്. നിലവിൽ തൃപ്തികരമാണെന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അടക്കം അറിയിക്കുന്ന കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രാഷ്ട്രീയ വൈരാഗ്യത്തിനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയുന്നില്ല. കാരണം ഇത്തരത്തിൽ ഈ DYFI BJP സംഘർഷങ്ങൾ നിലവിൽ നടക്കുന്നൊരു സ്ഥലം കൂടിയാണ് ഇത് എന്നുള്ളത്. ഇന്നലെ ഈ കാഞ്ഞിരകുളം ക്ഷേത്രത്തിലെ ഘോഷയാത്രക്കിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഏതായാലും കാട്ടാക്കട DYSPയുടെ കീഴിലുള്ള വലിയൊരു പോലീസ് സന്നാഹം സ്ഥലത്തുണ്ട്. പ്രതിഷേധത്തിന് സാധ്യത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസ് ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ ഗോപിക. തിരുവനന്തപുരം കാട്ടാക്കടയിലായിരുന്നു ഉത്സവത്തിനിടെ RSS പ്രവർത്തകന് കുത്തേറ്റത്. കഴിഞ്ഞ ദിവസമാണ് കുത്തേറ്റത്. കത്തിക്കുത്തായിരുന്നില്ല, ടൈൽസിന്റെ ഒരു ഭാഗം കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. RSS മണ്ഡൽ കാര്യവാഹക് വിഷ്ണുവിനാണ് കുത്തേറ്റത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങളാണ് ഹരികൃഷ്ണൻ നൽകിയത്.